ഹായ് ഓൾ, വെൽക്കം ടു എഡ്യൂഡി. ഇന്ന് നമ്മൾ പുതിയൊരു കറണ്ട് അഫയർസ് സെഷനായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. റീസെൻ്റ്ലി വിച്ച് ടീം ഓൺ ദ 19th എഡിഷൻ ഓഫ് BWF സുധർമൻ കപ്പ് 2025? അപ്പോൾ എന്താണ് ഈ BWF സുധർമൻ കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് ആണ്. അത് വിൻ ചെയ്തത് 2025 ടൈറ്റിൽ വിൻ ചെയ്തത് ആരാണ്, ഏത് രാജ്യമാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ചൈന, സൗത്ത് കൊറിയ, ജപ്പാൻ, ഇന്തോനേഷ്യ. ഇത്രയാണ് ഓപ്ഷൻസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആൻസർ നോക്കാം. ആൻസർ എന്ന് പറയുന്നത് ചൈനയാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ചൈനയാണ് 2025 സുധർമൻ കപ്പ് ടൈറ്റിൽ വിൻ ചെയ്തത്. ഇനി ഇവരാരെ ഡിഫീറ്റ് ചെയ്തെന്ന് നോക്കണ്ടേ? ഇവരെ ഡിഫീറ്റ് ചെയ്തത് സൗത്ത് കൊറിയയാണ്. ഇവരെ ഡിഫീറ്റ് ചെയ്തത്. ഓക്കെ, ഹോസ്റ്റും ചൈന തന്നെയായിരുന്നു. ചൈനയിൽ വെച്ചിട്ടാണ് ഇത് നടന്നത്. ഓക്കെ, ഇത് 4ാമത്തെ കൺസിക്യൂട്ടീവ് ടൈം, അതായത് 4 തവണ അടുപ്പിച്ചാണ് ചൈന ഈ ടൈറ്റിൽ വിൻ ചെയ്തത്. 4 തവണ അടുപ്പിച്ച് ടൈറ്റിൽ വിൻ ചെയ്തു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ 19ാമത്തെ ടൈറ്റിലാണ് ഇപ്പോൾ നടന്നത്. ഇതിൽ 14 ടൈറ്റിലും ചൈനയാണ് വിൻ ചെയ്തത്. എത്ര ടൈറ്റിൽ? 14 ടൈറ്റിലും ചൈനയാണ് വിൻ ചെയ്തത്. അതിൽ 4 തവണ അടുപ്പിച്ചവർ വിൻ ചെയ്തു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഹാസ് ബീൻ അസ്യൂംഡ് ദ ഓഫീസ് ഓഫ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ? അപ്പോൾ നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനെ മാനേജിംഗ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്തത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. CS ഷെട്ടി, തുഹിൻകാന്ത് പാണ്ഡെ, അജയ് സേത്ത്, പ്രക്ഷ മഗ്ദും. ഇത്രയാണ് ഓപ്ഷൻസ്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ആൻസർ നോക്കാം. ആൻസർ എന്ന് പറയുന്നത് പ്രക്ഷ മഗ്ദും. ഇദ്ദേഹമാണ് പുതിയ മാനേജിംഗ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്തത്. ഓക്കെ, ഈ നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണോ നോക്കേണ്ടത്? അത് മുംബൈയിലാണ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1975, 1975 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയുമാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺ വിച്ച് ഡേറ്റ് വേൾഡ് അത്ലറ്റിക്സ് ഡേ 2025 ഈസ് സെലിബ്രേറ്റഡ്? 2025 അത്ലറ്റിക്സ് ഡേ എന്നാണ്? അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കാം. 7th May, 8th May, 3rd May, 1st May. ഇത്രയാണ് ഓപ്ഷൻസ്. ആൻസർ നോക്കാം. 7th May ആണ് ആൻസർ. അപ്പം 7th May ആണ് വേൾഡ് അത്ലറ്റിക്സ് ഡേ. ഓക്കെ, ഇനി ഇത് ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്തത് എന്നു നോക്കണ്ടേ? ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്തത് 1996 1996 ഇത് ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പം എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ UNDP ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2025? 2025 UNDPയുടെ തന്നെ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഉണ്ട്. അതിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. 130, 151, 111, 105. ഇത്രയാണ് ഓപ്ഷൻസ്. ആൻസർ നോക്കാം. 130 ഇതിൻ്റെ ആൻസർ. 130 ഇന്ത്യയുടെ റാങ്ക്. ഇതെന്ന് പറയുന്നത് ഔട്ട് ഓഫ് 193 കൺട്രീസ് ആണ്. 193 രാജ്യങ്ങളിലാണ് ഇന്ത്യയുടെ റാങ്ക് 130 ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ. 2024 ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 133 ആണ്. ഓക്കെ, അതിൽ നിന്നാണ് 130 ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് ടോപ്പ് ചെയ്തതെന്ന് പറയുമ്പോൾ ഐസ്ലൻഡാണ് ഇത് ടോപ്പ് ചെയ്തത്. ഓക്കെ, ടോപ്പ് ചെയ്തത് ഐസ്ലൻഡാണ്. ഇത് UNDPയുടെ ആണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. അതുകൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇനി എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ് ഈസ് ഹോം ടു ഇന്ത്യസ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡേറ്റാ സെന്റർ പാർക്ക്? അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ് ചെയ്തിട്ടുള്ള ഡേറ്റാ സെന്റർ പാർക്ക് എവിടെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. കർണാടക, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്. ആൻസർ നോക്കാം. ആൻസർ എന്ന് പറയുമ്പോൾ ഛത്തീസ്ഗഡ് ആണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡേറ്റാ സെന്റർ പാർക്ക്. ഛത്തീസ്ഗഡിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണെന്ന് നോക്കാം. ഛത്തീസ്ഗഡിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് വിഷ്ണു ഡിയോസായി. ഓക്കെ, ഇദ്ദേഹമാണ്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. IGLA-S is a man portable anti defense system developed by which country? IGLA-S എന്ന് പറയുന്ന ഒരു മാൻ പോർട്ടബിൾ ആന്റി ഡിഫൻസ് സിസ്റ്റം ആണ്. അത് ഡെവലപ്പ് ചെയ്ത രാജ്യം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. റഷ്യ, ചൈന, ഫ്രാൻസ്, ഇന്ത്യ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് റഷ്യ ആണ്. ഈ ന്യൂസ് വരാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ എന്ത് ചെയ്തു, IGLA-S എന്ന് പറയുന്ന മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം റഷ്യയുടെ കയ്യിൽ നിന്ന് കൂടുതലായി വാങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ന്യൂസ് ഇപ്പം
ഇതിപ്പോൾ ന്യൂസിൽ വന്നത്. പിന്നെ നമ്മുടെ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട്. അതിലെന്ന് പറയുന്നത് മിലിറ്ററി സ്ട്രെങ്തിനെ ബേസ് ചെയ്തിട്ട് റാങ്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് ചെയ്തത് USA ആണ്. റഷ്യയുടെ റാങ്ക് തേർഡാണ്. തേർഡ് റഷ്യയും ഫോർത്ത് ഇന്ത്യയുമാണ്. ഓക്കെ, ഫോർത്ത് ഇന്ത്യയുമാണ്. അപ്പം ഇന്ത്യ കൂടുതലായും മിലിറ്ററി എക്യുപ്മെന്റ്സ് വാങ്ങുന്നത് റഷ്യയുടെയും ഫ്രാൻസിന്റെയും US-ന്റെയും കയ്യിൽ നിന്നാണ്. അപ്പം മിലിറ്ററി സ്ട്രെങ്തിൽ ഇന്ത്യ ഇപ്പം ഫോർത്ത് പൊസിഷനിലാണ്. ഏത് റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ്? ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് പറയുമ്പോൾ. എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് കൺട്രി അപ്പോയിന്റഡ് ദ ഫിനാൻസ് മിനിസ്റ്റർ സലേം ബിൻ ബ്രേക്ക് ആസ് ഇറ്റ്സ് ന്യൂ പ്രൈം മിനിസ്റ്റർ? അപ്പം അവരുടെ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള ആരാണ്? സലേം ബിൻ ബ്രേക്കിനെ പുതിയ പ്രൈം മിനിസ്റ്ററായിട്ട് അപ്പോയിന്റ് ചെയ്ത രാജ്യം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഒമാൻ, യമൻ, സൗദി അറേബ്യ, ഇറാനാണ് ഓപ്ഷൻസ് ഉള്ളത്. ആൻസർ നോക്കാം. യമൻ ആണ് ഇതിൻ്റെ ആൻസർ. യമൻ ആണ്. അവരുടെ തന്നെ ആരാണ്? ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള സലേം ബിൻ ബ്രേക്കിനെ പുതിയ പ്രൈം മിനിസ്റ്ററായിട്ട് അപ്പോയിന്റ് ചെയ്തത് ഇദ്ദേഹമാണ്. ഓക്കെ, എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഹോസ്റ്റ് 72nd എഡിഷൻ ഓഫ് മിസ് വേൾഡ് 2025? 2025 മിസ് വേൾഡ് ടൈറ്റിൽ 72ാമത് എഡിഷനാണ്. അത് ആരാണ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഹിമാചൽ പ്രദേശ്, മഹാരാഷ്ട്ര, തെലങ്കാന, കർണാടക. ഇനി എന്ത് ചെയ്യാം, നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. ആൻസർ എന്ന് പറയുമ്പോൾ തെലങ്കാനയാണ്. ആദ്യമായിട്ടാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? ഒരു മിസ് വേൾഡ് ഹോസ്റ്റ് ചെയ്തത്. മിസ് വേൾഡ് ഒരു കോമ്പറ്റീഷൻ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ടൈമാണ് ഇന്ത്യ. ഓക്കെ, എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൂ ഇനോഗ്രേറ്റഡ് ദ 7th എഡിഷൻ ഓഫ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ഇൻ ബീഹാർ? 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് എവിടെ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്? ബീഹാറിൽ വെച്ചിട്ട്. അത് ഇനോഗ്രേറ്റ് ചെയ്ത ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. നിതീഷ് കുമാർ, നരേന്ദ്രമോദി, മൻസുഖ് മാണ്ഡവ്യ, ചിരാഗ് പസ്വാൻ. ഇത്രയാണ് ഓപ്ഷൻസ്. ആൻസർ നോക്കാം. നരേന്ദ്രമോദിയാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതെവിടെ ഹോസ്റ്റ് ആരാണ്? ബീഹാറാണ്. ഓക്കെ, അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ തന്നെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് എവിടെ നടന്നു എന്ന് നോക്കണം. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് അത് നടന്നത് 2 വെന്യൂലായിട്ടാണ്. ലഡാക്കിലും ജമ്മുവിലുമായിട്ടാണ് നടന്നത്. എവിടെയാണ്? ലഡാക്കും ജമ്മുവിലുമായിട്ടാണ് നടന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. India's first gold melting ATM has been unveiled by which fintech company എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻഡുയിറ്റ്, പേപാൽ, ഗോൾസിക്ക, വിസയാണ് ഓപ്ഷൻസ്. നമുക്ക് ആൻസർ നോക്കാം. ഗോൾസിക്കയാണ് ആൻസർ. ഇപ്പം നമ്മൾ ഒരുപാട് പുതിയ തരത്തിലുള്ള ATMs ഇപ്പം കേട്ട് വരികയാണ് അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ക്യാഷ് മാത്രമാണ് ATM വഴി ഇട്ടുകൊണ്ട് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രെയിൻ ATM എന്ന് പറഞ്ഞിട്ടൊരു ATM വന്നു. അതായത് നമുക്ക് ഗ്രെയിൻസ് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. 50 കിലോ വരെയുള്ള ഗ്രെയിൻസ് 5 മിനിറ്റ് കൊണ്ട് ഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റും. അതെവിടെയാണ്? ഒഡീഷ, ഭുവനേശ്വർ. അതുപോലെ ഒരു ഗോൾഡ് മെൽറ്റിംഗ് ATM, AI പവേർഡ് ഗോൾഡ് മെൽറ്റിംഗ് ATM ആണ്. അത് ആരാണ്? ഗോൾഡ് സിക്കയുടെയാണ്. ഹൈദരാബാദ് ബേസ്ഡ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. ഇത് വരുന്നതും ഹൈദരാബാദിലാണ്. എവിടെയാണ്? ഹൈദരാബാദിലാണ്. നമുക്ക് ഇത് വഴിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഗോൾഡ് ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും അതിൻ്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാനെല്ലാം പറ്റും. പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഗോൾഡിനെ സെല്ല് ചെയ്യണമെങ്കിൽ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ എത്തും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി വേറൊന്നുമില്ല. ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തൊരു സെഷനായിട്ട് കാണാം. താങ്ക് യു.